യെസ്, അപ്പൊ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഐപ്ലസിന്റെ PhD ഓറിയന്റേഷൻ വർക്ക്ഷോപ്പിലേക്ക് സ്വാഗതം. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് എന്റെ ഒരു ബിഗിനിങ് എന്നുള്ള രീതിയിൽ എനിക്ക് പറയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ PhD-നെ പറ്റി നമുക്ക് ആക്ച്വൽ ആയിട്ട് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടേതായിട്ടുള്ള ഏതെങ്കിലും പരാമർശങ്ങളോ അങ്ങനെയൊന്നുമില്ല. ഇപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികളുണ്ട്, IIT NIT പോലുള്ള സ്ഥാപനങ്ങളുണ്ട്, അല്ലെ, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള സ്ഥാപനങ്ങളും നമുക്ക് നിലവിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റിയും അത് ഓരോ യൂണിവേഴ്സിറ്റിയായിട്ടുള്ള ഒരു റിസർച്ച് മെക്കാനിസം ഉണ്ട് ആക്ച്വലി. ഓക്കെ, അപ്പൊ ആ റിസർച്ച് മെക്കാനിസം ആയിട്ടായിരിക്കും അവർ മുന്നോട്ട് പോകുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോ ഒരു MG യൂണിവേഴ്സിറ്റിയുടെ കേരള യൂണിവേഴ്സിറ്റിയുടെ സെൻട്രലാണ് PhD ചെയ്യാൻ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് അധികം പ്രോസസ്സിലൂടെ ഒന്നും നിങ്ങൾ കടന്നു പോകണമെന്നില്ല ഒരു പക്ഷേ. അതേസമയം നിങ്ങളൊരു NIT-യിലോ IIT-യിലോ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലൊക്കെയാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചെങ്കിൽ വലിയ രീതിയിലുള്ള പ്രോസസ്സിലൂടെ നിങ്ങൾ കടന്നു പോകും. ഓക്കെ, അപ്പൊ അതിന് കൃത്യമായിട്ടുള്ള സ്ട്രക്ചറിങ് ആയിട്ടുള്ള മെക്കാനിസം ഉണ്ട്. അപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റി അനുസരിച്ച് ഇതിന്റെ ഘടനയിലും രീതിയിലും മാറ്റം ഉണ്ടാകും. ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ഒരു കൊമേഴ്സ് അല്ലെങ്കിൽ മാനേജ്മെന്റ് ഫീൽഡ് ആയതുകൊണ്ട് കുറേയും കൂടെ അതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും എക്സാമ്പിൾ ഒക്കെ പറയാൻ ശ്രമിക്കുന്നത്. നിങ്ങൾ ഏത് ഫീൽഡാണെങ്കിലും നിങ്ങൾക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ നമ്മളിപ്പോ ഒരു മാനേജ്മെന്റിലോ കൊമേഴ്സിലോ അല്ലെങ്കിൽ അങ്ങനെ എക്കണോമിക്സിലോ സോഷ്യൽ സയൻസിന്റെ ഏത് മേഖലയിലായിക്കോട്ടെ, നമ്മൾ റിസർച്ച് ചെയ്യുന്ന സമയത്ത് ചില യൂണിവേഴ്സിറ്റികൾ എംപിരിക്കൽ റിസർച്ചുകൾ മാത്രമായിരിക്കും കൂടുതൽ അവിടെ കാണുന്നത്. ചില ഡിപ്പാർട്ട്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ എംപിരിക്കൽ റിസർച്ചുകൾ മാത്രമേ ഉണ്ടാവും. ചില യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ ചില ഡിപ്പാർട്ട്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കൂടുതൽ എക്സ്പെരിമെന്റൽ റിസർച്ചിലായിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലൊക്കെ എക്കണോമെട്രിക്സ് ഭയങ്കരമായിട്ട് കൂടുതൽ റിസർച്ച് വർക്കുകൾ നടത്തുന്നത്. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ തരത്തിലുള്ള സ്പെഷ്യലൈസ്ഡ് ഏരിയാസുകളാണ്. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന്റെയൊക്കെ ഒരു ആകത്തുക എവിടെ നമ്മളെ ബാധിക്കും? നമ്മുടെ റിസർച്ചിനെയും ബാധിക്കും. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ എടുക്കുന്ന യൂണിവേഴ്സിറ്റി, ആ ഡിപ്പാർട്ട്മെന്റ്, അതിന്റെ ഒരു പൊതുഘടന അനുസരിച്ചായിരിക്കും നിങ്ങളുടെ റിസർച്ചിന്റെ രീതി മാറുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഫിനാൻസ് ആയിക്കോട്ടെ, നിങ്ങൾ മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എക്കണോമിക്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സോഷ്യൽ സയൻസിന്റെ ഏത് ഫീൽഡും ആയിക്കോട്ടെ, അപ്പൊ നിങ്ങൾ റിസർച്ച് ചെയ്യാൻ പോകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു റിസർച്ച് മെക്കാനിസം ഉണ്ടാവും. പ്രാക്ടിക്കലി അങ്ങനെയാണ് നടക്കുന്നത്. അപ്പൊ ആ രീതിയിലായിരിക്കും ഇതിന്റെ പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. കേട്ടോ? യെസ്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചോളം ഞാനൊരു പ്രധാനപ്പെട്ട ഒരു വിശകലനത്തിൽ അടിസ്ഥാനത്തിലേക്ക് നമുക്ക് ക്ലാസ്സുകൾ മുന്നോട്ട് പോകാം. നിങ്ങൾക്കറിയാം, NIRF റാങ്കിങ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ എല്ലാ പ്രധാനപ്പെട്ട ഹയർ എഡ്യൂക്കേഷനെയും റാങ്ക് ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഏതൊക്കെയാണെന്നുള്ളത് ലിസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് ഫ്രെയിംവർക്കാണ് NIRF എന്ന് പറയുന്നത്. അപ്പൊ അതുവരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ യൂണിവേഴ്സിറ്റികളാണ് പ്രീമിയം ആയിട്ടുള്ളത്, അല്ലെ, അവിടെ നിങ്ങൾ സ്റ്റേറ്റ് കൊണ്ടേ കൊടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ ഏതാണ്, അതിന്റെ റാങ്ക് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഉദ്ദേശിച്ചത് ഇവിടെ കേരളം നമ്മൾ എടുക്കുന്ന സമയത്ത് കേരളത്തിൽ ആകെ എത്ര യൂണിവേഴ്സിറ്റികൾ വന്നിട്ടുണ്ട്? കേരള യൂണിവേഴ്സിറ്റി, കൊച്ചി യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, MG യൂണിവേഴ്സിറ്റി. ഓക്കെ, ഈ 3 യൂണിവേഴ്സിറ്റികൾ മാത്രമേ 2025 NIRF റാങ്കിൽ ഇടം പിടിച്ചുള്ളൂ. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, കേരള യൂണിവേഴ്സിറ്റിയുടെ സ്ഥാനം എന്ന് പറയുന്നത് 25ആണ്, കൊച്ചി യൂണിവേഴ്സിറ്റിയുടെ സ്ഥാനം 32ആണ്, MG യൂണിവേഴ്സിറ്റിയുടെ സ്ഥാനം 43ആണ്. അപ്പൊ ഇന്ത്യയിൽ എത്ര യൂണിവേഴ്സിറ്റി ഉണ്ട്? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട്, അല്ലെ, കണ്ണൂർ യൂണിവേഴ്സിറ്റി ഉണ്ട്, മറ്റ് പല യൂണിവേഴ്സിറ്റികളുണ്ട്, അല്ലെ. അപ്പൊ ഈ യൂണിവേഴ്സിറ്റികളൊന്നും ഇടപെടിക്കാതെ ആകെ 3 യൂണിവേഴ്സിറ്റികൾ ഇടപെടിച്ചിട്ടുള്ളൂ. അത് നമുക്ക് ആദ്യത്തിൽ 10 എണ്ണത്തിൽ പോലും നമ്മളില്ല. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും, തമിഴ്നാട് എന്ന് പറയുന്ന സ്റ്റേറ്റ്, നമ്മൾ പലപ്പോഴും എഡ്യൂക്കേഷൻ ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള പീപ്പിൾ ആണെന്ന് പറയുന്ന തമിഴ്നാട്ടിലുള്ള യൂണിവേഴ്സിറ്റികളിലുള്ള പ്രഗത്ഭരായിട്ടുള്ള റിസർച്ച് കോൺട്രിബ്യൂഷൻസ് ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലുള്ള യൂണിവേഴ്സിറ്റികളെ അപേക്ഷിച്ച് നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന തമിഴ്നാട് യൂണിവേഴ്സിറ്റി നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇതുണ്ടോ, തമിഴ്നാട് യൂണിവേഴ്സിറ്റി എത്ര യൂണിവേഴ്സിറ്റികളാണ് NIRF റാങ്കിന്റെ ഇടം പിടിച്ചേക്കുന്നത് നോക്കിയാൽ. നമുക്ക് ആകെ 3 യൂണിവേഴ്സിറ്റി ഉള്ളപ്പോൾ തമിഴ്നാട് നമ്മുടെ തൊട്ടടുത്ത് ഇല്ലിറ്ററേറ്റ് ആയിട്ട് പീപ്പിൾ എന്ന് പറയുന്നിടത്ത് എത്ര യൂണിവേഴ്സിറ്റികൾ അതിൽ ഇടം പിടിച്ചെന്ന് നോക്കി. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവിടുത്തെ റിസർച്ച് കോൺട്രിബ്യൂഷൻ വളരെ കൂടുതലാണ്. മനസ്സിലാണോ? പ്രീമിയം ആയിട്ടുള്ള റിസർച്ച് കോൺട്രിബ്യൂഷൻസ് ഭയങ്കര കൂടുതലാണ് നമ്മളെക്കാളും. നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ലിറ്ററസി ഉണ്ടായിരിക്കും, പക്ഷെ ഹയർ എഡ്യൂക്കേഷൻ വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചോളം വിരലിലെണ്ണാവുന്ന സ്ഥാപനങ്ങളേ ഉള്ളൂ.
അപ്പൊ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ എവിടെയാണ് റിസർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വളരെ 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 പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ എവിടെയാണ് റിസർച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഏത് യൂണിവേഴ്സിറ്റിയിലായിരിക്കും നിങ്ങൾ റിസർച്ച് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അത് വളരെ വളരെ സുപ്രധാനമായിട്ടുള്ള ഒന്നാണ്. ഇനി ഇവിടെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഏറ്റവും രസകരമായ കാര്യം എടുക്കുന്നത്. ഞാൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ എടുത്തു, അതിൻ്റെ അകത്ത് ഞാൻ സ്റ്റേറ്റ് വൈസ് ഞാൻ അത് കസ്റ്റമൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേരളത്തിൽ ഒരൊറ്റ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസും എന്ത് ചെയ്തിട്ടില്ല, NIRF റാങ്കിൽ ഇടം പിടിച്ചിട്ടില്ല. ഓക്കെ, ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വിലയിരുത്താൻ പോകുന്നത്. നിങ്ങൾക്ക് അതിന്റെ ഇമ്പാക്ട് മനസ്സിലാവുന്നുണ്ടോ എന്താ പറയുന്നതെന്നുള്ളത്? ഓക്കെ, അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം റിസർച്ച് ചെയ്യുമ്പോൾ ഏറ്റവും നല്ല പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഏറ്റവും നല്ല നിലവാരമുള്ള സ്ഥാപനങ്ങളിൽ റിസർച്ച് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഒന്നാമത്തെ ഘട്ടം. നിങ്ങൾക്ക് നെറ്റ് പാസ്സായി കാണും, നിങ്ങൾക്ക് JRF ഉണ്ടാവും, നിങ്ങൾ മറ്റ് ഫെലോഷിപ്പുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. എങ്കിൽ പോലും നിങ്ങളെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തണമെങ്കിൽ എന്ത് വേണം, ഏറ്റവും മികവാർന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈസി വാക്ക് ഓവർ ആയിരിക്കും തൊട്ടടുത്തുള്ള ഏറ്റവും അല്ലെ അടുത്തുള്ള ഏതെങ്കിലും ഒരു കോളേജിലോ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള റിസർച്ച് സെന്ററുകളിലൊക്കെ PhD ചെയ്യാം. കുറച്ച് നിങ്ങൾ ബുദ്ധിമുട്ടി കഴിഞ്ഞാൽ അല്ലെ, കറക്റ്റ് സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നല്ല റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ കയറി നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാനും അതുവഴി നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഒരു ഭാവിയിലേക്ക് എത്തിച്ചേരാനും സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു ഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ റിസർച്ചിനെ പറ്റി പറഞ്ഞു പോകുന്നത് അല്ലെ. നിങ്ങൾക്കറിയാം, നിങ്ങൾ എപ്പോഴും നിങ്ങളൊരു ഡിമാൻഡ് സപ്ലൈ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം. നിങ്ങളിപ്പോൾ ഒരു റിസർച്ച് ചെയ്യുമ്പോൾ ഒരു 3, 4, 5 വർഷം കഴിയുമ്പോൾ റിസർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ഇറങ്ങി വരുമ്പോൾ ഉള്ള കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ സാഹചര്യം എന്താണെന്നുള്ളത് നിങ്ങൾ ഇപ്പോഴേ കാണണം, ഇപ്പോഴേ വിലയിരുത്തണം. ഞാൻ റിസർച്ച് എടുക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് ഇങ്ങനെ വാദവരാതെ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് പൊട്ടൻഷ്യൽ നിങ്ങൾ മനസ്സിലാക്കിയതിൽ നിന്ന് മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോയിട്ട് കാര്യമുള്ളൂ. ഒരു PhD എടുത്തുകൊണ്ട് മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കരിയറിൽ കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ടാക്കാൻ പറ്റില്ല. അവിടെയാണ് പ്രശ്നം. ഓക്കെ, ഇപ്പൊ നിങ്ങൾ റിസർച്ചിന് വേണ്ടി പോവാണ് അല്ലെ, നിങ്ങൾ JRF കിട്ടി, നെറ്റ് കിട്ടി, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് PhD എൻട്രൻസ് ക്വാളിഫൈഡ് ആയി, എന്താ ആയിക്കോട്ടെ, ഏതെങ്കിലും ഈ 3 കാറ്റഗറി ഇല്ലാത്തവരാരും നമ്മുടെ ഇന്നത്തെ ഈ സെക്ഷനിൽ ഇല്ല. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഞാൻ എവിടെ റിസർച്ച് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ഞാൻ നേരത്തെ ഓൾറെഡി നിങ്ങളുടെ യൂണിവേഴ്സിറ്റികൾ പറഞ്ഞു, കേരളത്തിൽ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്ന യൂണിവേഴ്സിറ്റികൾ, കേരളത്തിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രധാനപ്പെട്ട കോളേജുകൾ ഏതൊക്കെയാണ് എല്ലാം നമ്മളിവിടെ പരാമർശിച്ചു. ഇനി ആരുടെ കീഴിൽ ഞാൻ റിസർച്ച് ചെയ്യണം? നിങ്ങൾ മാർക്കറ്റിംഗ് ആണ് നിങ്ങൾ എടുക്കാൻ പോകുന്നതെങ്കിൽ, നിങ്ങൾ ഫിനാൻസ് ആണ് എടുക്കാൻ പോകുന്നതെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ ഗൂഗിൾ സ്കോളർ എടുക്കുക, അവിടെ പ്രൊഫൈൽ സെർച്ച് എന്ന് പറഞ്ഞു കാണാം. പ്രൊഫൈൽ സെർച്ച്, ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ ഒരു സാറിന്റെ പേര് ഞാൻ അവിടെ അടിക്കാം. ഓക്കെ, സജി എന്നാണ് എൻ്റെ MPhilന്റെ ഗൈഡ് ആയിരുന്നു സാറ്. അപ്പൊ സജി സാറിനെ ഓക്കെ ഞാനൊരു പ്രൊഫൈൽ എടുക്കുവാണ്. ക്ലിയർ? യെസ്, നമുക്ക് ആകെ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയേ ഉള്ളൂ അല്ലെ? യെസ്, അപ്പൊ സജി സാറിന്റെ പ്രൊഫൈലാണ്. യെസ്, സാർ കുസാറ്റില് എന്താണ് അസോസിയേറ്റ് പ്രൊഫസർ ആയിരുന്നു. ഇപ്പൊ പ്രൊഫസർ ആൻഡ് ഡീൻ ഓഫ് സ്കൂൾ ഓഫ് ബിസിനസ് സ്റ്റഡീസ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയുടെ ഡീനാണ് സജി സാറ്. നോക്കൂ, സജി സാറ് ചെയ്തിട്ടുള്ള ഏതൊക്കെ റിസർച്ച് വർക്കുകളാണ് സാറിന്റെ എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് ഇവിടെ ടൈറ്റിൽ കോളത്തിൽ കാണാൻ പറ്റും. ക്ലിയർ ആണെന്നുണ്ടല്ലോ അല്ലെ? കാണാൻ പറ്റുന്നുണ്ടല്ലോ? ഓക്കെ ആണല്ലോ? പ്രശ്നമൊന്നുമില്ലല്ലോ? യെസ്, എല്ലാം വിസിബിൾ അല്ലേ? യെസ്, ഓക്കെ. യെസ്, എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. യെസ്, ഞാൻ പറഞ്ഞല്ലോ നമുക്കൊരു ഡിസ്കഷൻ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എല്ലാം വിശദമായിട്ടുള്ള എല്ലാ വിഷയങ്ങളെ പറ്റി നമ്മൾ ഈ ചെറിയ സമയത്തിനുള്ളിൽ നമ്മൾ പരാമർശിക്കും കേട്ടോ. പിന്നീട് നമ്മൾ ഇതുപോലുള്ള ഓറിയന്റേഷൻ പ്രോഗ്രാമുകൾ നടത്തുന്നതാണ് കേട്ടോ. യെസ്, നമുക്ക് ഒരു റിസർച്ച് എന്ന് പറയുമ്പോൾ ഇത്രയും വർഷത്തെ നടപടിക്രമങ്ങളൊക്കെ നമുക്ക് ഒരു 2 മണിക്കൂർ കൊണ്ടോ 3 മണിക്കൂർ കൊണ്ടോ പറഞ്ഞ തീരില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിനെ കൃത്യമായിട്ട് ചട്ടക്കൂട് പറഞ്ഞു വെക്കാനാണ് ആദ്യം ശ്രമിക്കുന്നത്. നിങ്ങൾ നോക്കൂ, നിങ്ങൾ എന്താണ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ കൊമേഴ്സ് മാനേജ്മെന്റ് ഫീൽഡ് ആയതുകൊണ്ട് എക്സാമ്പിളും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് കോട്ട് ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഫീൽഡിലേക്ക് അത് നിങ്ങളുടെ ഫീൽഡിലേക്ക് നിങ്ങളത് റിലേറ്റ് ചെയ്താൽ മാത്രം മതിയാവും കേട്ടോ. യെസ്, നമ്മുടെ ഇവിടെ സാറ് ബിഹേവിയറൽ ഫിനാൻസിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ബിഹേവിയറൽ ഫിനാൻസിനെ പറ്റി പഠിച്ചിട്ടുണ്ട്, ഫിനാൻഷ്യൽ ഡിസ്ട്രസിനെ പറ്റി പഠിച്ചിട്ടുണ്ട്, ഷെയർ മാർക്കറ്റിനെ പറ്റി പഠിച്ചിട്ടുണ്ട്, ക്യാപിറ്റൽ മോഡലിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. അപ്പൊ സാറിന്റെ ഫീൽഡ് എന്ന് പറയുന്നത് ഫിനാൻസ് ആണ്. ഇതുണ്ടോ, സാറിന്റെ 2018 വർക്കിന് എത്ര സൈറ്റേഷൻ കിട്ടിയിട്ടുണ്ട്? 89 സാറിന്റെ സൈറ്റേഷൻ. അപ്പൊ സാറിന്റെ വർക്ക് ഏതാണ്?
സാറിന്റെ ഫീൽഡ് ഏതാണ്, സാറിന്റെ പ്രധാനപ്പെട്ട റിസർച്ച് കോൺട്രിബ്യൂഷൻസുകളൊക്കെ ഏത് ഫീൽഡിലാണ്. ഫിനാൻസ് തന്നെ ബിഹേവിയറൽ ഫിനാൻസ് ഉണ്ട്, ഷെയർ മാർക്കറ്റിനെ പറ്റി പഠിക്കുന്നവരുണ്ട്, ഓക്കെ. അങ്ങനെ പല സെഗ്മെന്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഫിനാൻസിനെ പഠിക്കുന്നവരുണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ഗൈഡ് ഫിനാൻസ് ആയ പോരാ. നിങ്ങളുടെ ഗൈഡ് നിങ്ങൾ ഫിനാൻസിൽ ബിഹേവിയറൽ ഫിനാൻസ് എന്ന് പറഞ്ഞ ഒരു ഏരിയയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ ഏരിയയിൽ നോളജ് ഉള്ള ഒരാളെ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മനസ്സിലാകുന്നുണ്ടോ? എനിക്ക് എന്റെ ഈ റീസെന്റ് ഡേയ്സിൽ ഉണ്ടായ ഒരു അനുഭവം പറയാം. കേരളത്തിലെ ഏറ്റവും ഉന്നതമായിട്ടുള്ള റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഓക്കെ, അവിടുന്ന് 2-3 പേര് വന്നു. അപ്പൊ വന്നു കഴിഞ്ഞപ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ, അവരുടെ ഗൈഡ് എന്ന് പറഞ്ഞാൽ ടോപ്പ് മോസ്റ്റ് ഗൈഡാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവൈലബിൾ ആക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഗൈഡാണ്. പക്ഷെ അവരെടുത്തിരിക്കുന്നത് എന്താണ്, പബ്ലിക് ഫിനാൻസിനാണ് അവരുടെ വർക്കുകൾ. ഈ സാറിന് പബ്ലിക് ഫിനാൻസിൽ യാതൊരു തരത്തിലുള്ള അറിവുമില്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇവരുടെ കൂടെ നിൽക്കുന്ന ആളുകളുടെ എല്ലാ വർക്കുകളും മുന്നോട്ട് പോവുകയും ഇവർക്കൊരു പ്രോപ്പർ ഗൈഡ് ലൈൻസ് ഇല്ലാത്ത അവസ്ഥയും വരും. സംഭവിച്ച് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങളെ പോലെ തന്നെ JRF കിട്ടി അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? യെസ്, നമ്മൾ ഫിനാൻഷ്യൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു സാറിനാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യുന്നു, നമുക്ക് യൂണിവേഴ്സിറ്റി അലോക്കേറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ പോയി കണ്ടെത്തും, എന്ത് ചാനലിൽ പ്ലേസ്മെന്റ് ആയി, നമ്മൾ അവിടെ ആയി കഴിഞ്ഞപ്പോൾ എന്താ പ്രശ്നം സംഭവിച്ചിരിക്കുന്നത്? നമ്മുടെ ഏരിയയിലല്ല സാറ് നിൽക്കുന്നത്. ഫിനാൻസ് ആയിക്കോട്ടെ, മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, ഇതിലെല്ലാം സ്പെഷ്യലൈസ്ഡ് ഏരിയ ഇതിന്റെ അകത്തുണ്ട്. ക്ലിയർ ആണെന്നുണ്ടോ? ബ്രോഡർ ഏരിയ നോക്കിയിട്ട് കാര്യമില്ല. ഒരു സാറ് അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഗൈഡിന്റെ കീഴിലാണോ നിങ്ങൾ പോകുന്നത്, ഓക്കെ, അദ്ദേഹത്തിന്റെ കൃത്യമായിട്ടുള്ള പ്രൊഫൈല് നിങ്ങൾ നോക്കിപ്പോണം. അതാണ് ഒന്നാമത്തെ ഘട്ടം. മനസ്സിലാവുണ്ടോ? പ്രത്യേകിച്ച് JRF ഉള്ള കുട്ടികൾ, നെറ്റും ആയിക്കോട്ടെ JRF ആയിക്കോട്ടെ, നിങ്ങളിപ്പം നിങ്ങൾക്ക് നെറ്റേ ഉള്ളൂ. നിങ്ങൾ കൊച്ചി യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്തു, അഡ്മിഷൻ കിട്ടി. ഓക്കെ, അഡ്മിഷൻ കിട്ടി കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താ സംഭവിക്കാൻ പോണേ? കോഴ്സ് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അല്ലെ? യെസ്. അപ്പൊ ഗൈഡിനെ അലോട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ, അല്ലെ, ഗൈഡുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിയുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങളുടെ കൺട്രോളിലല്ല. ഉദാഹരണം, ഇപ്പം നെറ്റ് ഉള്ളവരാണെങ്കിൽ ചിലപ്പോൾ യൂണിവേഴ്സിറ്റി ആയിരിക്കും ഗൈഡിനെ അലോക്കേറ്റ് ചെയ്യുന്നത്, കേട്ടോ. ചിലപ്പോൾ JRF ഉള്ളവരെയും യൂണിവേഴ്സിറ്റി ആയിരിക്കും അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും ഗൈഡിനെ അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങൾ നേരിടുന്ന പ്രശ്നം എന്താ? അത് നിങ്ങളുടെ ഒരു ടോപ്പിക്ക്, നിങ്ങളുടെ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ത് ചെയ്യില്ല, ചിലപ്പോൾ ഗൈഡിന്റെ കയ്യിൽ കാണില്ല. അപ്പൊ നിങ്ങൾ ഒറ്റ കാര്യം ചെയ്യാവുള്ളൂ, ഗൈഡിന്റെ കൺവീനിയന്റ് ഏരിയ ഏതാണ്, ഗൈഡിന്റെ കൺവീനിയന്റ് വർക്കുകൾ ഏതാണെന്നുള്ളത് അദ്ദേഹത്തിന്റെ ഗൂഗിൾ സ്കോളറിലെ പ്രൊഫൈൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആർട്ടിക്കിള്, എന്തൊക്കെ വിവരങ്ങളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്, എന്തൊക്കെ മേഖലകളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കും. അതിലേതെങ്കിലും ഒരു മേഖല, അല്ലെങ്കിൽ അതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല കണ്ടെത്തുകയാണ് ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള വേ എന്ന് പറയുന്നത്. പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? ക്ലിയർ ആകുന്നുണ്ടോ? യെസ്. ഗൈഡ് യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റോ ഗൈഡ് നിങ്ങൾ അലോക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ഗൈഡിന്റെ പ്രൊഫൈല് നന്നായിട്ട് പഠിക്കണം. ഓക്കെ, അതില് ശ്രദ്ധിച്ചോണം. ഇവിടെ സൈറ്റേഷൻസുകൾ അല്ലെങ്കിൽ ഇതുണ്ടോ, H ഇൻഡെക്സ്, I10 ഇൻഡെക്സ്, അങ്ങനെ ഇൻഡെക്സേഷനും സൈറ്റേഷൻസുകളും ഉള്ള അധ്യാപകരുടെ അടുത്ത് തന്നെ പോകാൻ വേണ്ടി മാക്സിമം ശ്രമിക്കണം. അത് നിങ്ങൾ ഓൾറെഡി നല്ല യൂണിവേഴ്സിറ്റികളിൽ, നല്ല സ്ഥാപനത്തിൽ മാത്രം പോയെങ്കിൽ മാത്രമേ ഈ ഇൻഡെക്സേഷന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഒരു സാറിനെ പ്രിഫർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അതല്ല നിങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സെന്ററിലാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പോലും നിങ്ങൾ ആ സാറിന്റെ പ്രൊഫൈല്, ഗൂഗിൾ സ്കോളറിന്റെ പ്രൊഫൈൽ എടുക്കുകയും കൃത്യമായിട്ട് പ്രൊഫൈലിനകത്ത് നോക്കണം ഏത് സൈറ്റഡ് വർക്കിനാണ് ഏറ്റവും കൂടുതൽ സൈറ്റേഷൻ കിട്ടിയത്. ഉണ്ടോ, സ്റ്റാർ സൈറ്റേഷൻ കിട്ടിയിരുന്നത് 2018 വർക്കിനാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഇപ്പൊ മൊബൈൽ ബാങ്കിങ് അല്ലെങ്കിൽ ബിഹേവിയർ ഇൻഡക്ഷൻ ടു ദി യൂസ് ഓഫ് മൊബൈൽ ബാങ്കിങ് ഇൻ കേരള എന്ന് പറയുന്ന ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് സൈസാറിന്റെ വർക്കിനാണ് 89 സൈറ്റേഷൻ കിട്ടിയത്, കേട്ടോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഏരിയയിൽ വരുന്ന ഒരു വർക്ക് ചൂസ് ചെയ്യാന്നുള്ളതാണ് സൈസാറിന്റെ കീഴിൽ ഒരു റിസർച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എന്തൊക്കെ അറിഞ്ഞാലും നിങ്ങളുടെ അധ്യാപകർക്ക് ഒരു പ്രൊഫൈല് ഗൂഗിൾ സ്കോളർ ഉറപ്പായും ഉണ്ടാവും. ഇതൊക്കെ ചീപ്പസ്റ്റ് വേ ആട്ടോ. നമുക്കത് അല്ലാതെ ഒരുപാട് വേയിലുണ്ട്. ഏറ്റവും ഗൂഗിൾ സ്കോളറിൽ കയറി പ്രൊഫൈൽ തപ്പുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സംബന്ധിച്ചുള്ള സാമ്പത്തിക പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമൊന്നുമില്ല, അല്ലെ? അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെപ്പറ്റി കൃത്യമായി പഠിച്ചതിന് ശേഷം നിങ്ങളുടെ ഗൈഡിന്റെ ഇൻട്രസ്റ്റ് ഏരിയ ആണ്. ഗൈഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആക്ച്വലി മനസ്സിലാക്കണം, പ്രോമിസിങ് ആയിട്ടുള്ള നോളജ് ആ വിഷയത്തിനെ പറ്റി ഉണ്ടായിരിക്കണം. റീസെന്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ് ആ വിഷയത്തിന്മേൽ ഉണ്ടാകണം. മെത്തഡോളജിക്കൽ പാർട്ടിലായിക്കോട്ടെ, സബ്ജക്റ്റിന്റെ ബേസിലായിക്കോട്ടെ, നിങ്ങളെ കൃത്യമായിട്ട് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കണം, കേട്ടോ. അങ്ങനെ ഒരു സ്ഥലത്ത് നിങ്ങൾ പോയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറയുന്ന ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം
ഇന്ന് നിലവിൽ 3 വർഷവും 4 വർഷവും ആയിട്ടുള്ള റിസർച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഗൈഡർഷിപ്പ് കൊടുത്തുകൊണ്ടിരിക്കുന്ന എക്സ്റ്റേണൽ ആയിട്ട് യൂണിവേഴ്സിറ്റിക്ക് പുറത്ത്. മനസ്സിലാവുന്നുണ്ടോ? ഇവരെന്താ ചെയ്തു വെക്കുന്നോ ഇവർക്കൊരു പ്രോപ്പർ ഗൈഡൻസ് ഇല്ലാതെ നീങ്ങുന്ന മജോറിറ്റി ഓഫ് കുട്ടികളും എന്തുണ്ട് മികച്ച സർവകലാശാലയിൽ തന്നെയുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഫേസ് ചെയ്യേണ്ട ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഗൈഡിന്റെ പ്രോമിസിങ് വർക്ക് ഏതാണ്, ഗൈഡിന്റെ പ്രോമിസിങ് ഫീൽഡ് ഏതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ മേഖലയിൽ വേണം നിങ്ങൾ വർക്ക് ചെയ്യാൻ. അതാണ് എന്റെ ഒന്നാമത്തെ കാര്യം കേട്ടോ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ പോയി ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ എന്താ പ്രശ്നം സംഭവിക്കുക വെച്ചാൽ നിങ്ങൾ ഒരു കാരണവശാലും മുന്നോട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് കൊണ്ടാവാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. ഓക്കെ, അതാണ് അവിടെ നമുക്ക് പറയാനുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രൊഫൈൽ നമ്മുടെ ഗൈഡിന്റെ പ്രൊഫൈലിനെ പറ്റി കൃത്യമായ ധാരണ ഉണ്ടാക്കുക. ഓക്കെ, പ്രത്യേകിച്ച് JRF ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വളരെ വളരെ എളുപ്പമാണ്. ഗൂഗിൾ സ്കോളർ എടുത്തു കഴിഞ്ഞാൽ പ്രീമിയം യൂണിവേഴ്സിറ്റികൾ എടുക്കുക. അവിടെയുള്ള ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ, ആദ്യം നിങ്ങൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് എടുക്കണം. ഡിപ്പാർട്ട്മെന്റിൽ ആ സാറന്മാരുടെ പേരുണ്ടാവും, അവരുടെ വർക്ക് ഉണ്ടാവും. എന്നിട്ട് നിങ്ങൾ ആ പേര് എന്ത് ചെയ്താൽ മതി, ഗൂഗിൾ സ്കോളറായിട്ട് കോപ്പി ചെയ്താൽ മതി. എന്നിട്ട് വീണ്ടും ആ വിശകലനങ്ങൾ എൻക്വയറി കാര്യങ്ങളെല്ലാം നടത്തിയതിനു ശേഷം കൃത്യമായിട്ടുള്ള ധാരണയോടെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ ഡിപ്പാർട്ട്മെന്റിലോട്ട് ചെല്ലാൻ കേട്ടോ. നല്ല ഇതിനെല്ലാം ഉണ്ടല്ലോ. നമ്മൾ റിസർച്ചിന് പോകുമ്പോൾ ഒന്ന് ഒരുങ്ങുന്ന തന്നെ റിസർച്ചാണ് ശരിക്കും പറഞ്ഞത്, അങ്ങനെയാണ് പറയുന്നത്. മനസ്സിലുണ്ടോ? അപ്പൊ അത്രയും മാത്രം ധാരണയോടുകൂടി വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. ഓക്കെ, യെസ്.